അച്ഛൻ വരുന്നു. ഇത് മോന്, ഇത് മോക്ക്. എന്താ മാമ കിട്ടിയത്? നമുക്കെല്ലാം ഓണക്കോടിയോ മോനെ. ബാപ്പുട്ടി അവൻ വന്നില്ലേ? ആയിഷേ അകത്തുണ്ട് കേട്ടോ. ബാപ്പുട്ടി, ബാപ്പുട്ടി, നീ എന്താണ് പഹയ കിടന്ന് തുറല് പൊട്ടിക്കുന്നത്? നിന്റെ പെമ്പറിനോടെ പുറത്തു നിൽക്കുമ്പോ നീ തനിച്ച് അകത്തെന്തെടുക്കായിരുന്നില്ല? ഞാൻ അത് തുടുപ്പ് തേക്കിയായിരുന്നു. നീ എന്താണ് രാമു ഇത്രയും താമസിച്ചത്? ഇന്ന് ഉത്രാടമല്ലേ, ഓണച്ചന്തയിലൊന്ന് കയറി. കൈ നീട്ടാ. എന്ത് കുന്തമാണോ നീ കാട്ടിക്കൂട്ടുന്നത്? ഓണക്കോടി. എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് 2 കൈ നീട്ടി വാങ്ങിച്ചോ. നിനക്കും ആയിഷയ്ക്കും സലിമിനും. ഭാര്യയെ ശ്രീമതി മാലവി, എനിക്കും നിനക്കും നമ്മുടെ മോൾ ഷീലയ്ക്കും. അച്ഛാ, നാളെ കോടി എടുത്തോണ്ട് ഞാനും സലീമും കൂടെ അമ്പലത്തിൽ പോട്ടെ. എടാ, നിന്റെ മോള് എന്റെ മോനെ അമ്പലവാസികളെ കൊണ്ട് തല്ലിക്കാനുള്ള പരിപാടിയാ ഇടുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലുന്ന കാര്യം ഈ കുഞ്ഞുങ്ങൾക്കറിയാം. വളർന്നു വരുമ്പോഴും അവരുടെ മനസ്സ് ഇങ്ങനെ തന്നെ ഇരുന്നെങ്കിൽ. അതേടാ, എന്നെയും നിന്നെയും പോലെ. ഓണപ്പൂവുകൾ വിരുന്നു വന്നു, ഓണത്തുമ്പികൾ പറന്നു വന്നു. ഒന്നാകും കുന്നിന്മേലും ഓരടിക്കുന്നിന്മേലും സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. ഓണപ്പൂവുകൾ വിരുന്നു വന്നു, ഓണത്തുമ്പികൾ പറന്നു വന്നു. ഒന്നാകും കുന്നിന്മേൽ ഓരടി കുന്നിന്മേൽ സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. മതങ്ങളില്ല, ജാതികളില്ല തിരുവോണത്തിൻ തിരുനടയിൽ. മനുഷ്യരെല്ലാം ഒരുപോൽ മേവും പൊന്നോണത്തിൻ പൊന്നൊളി. മതങ്ങളില്ല, ജാതികളില്ല തിരുവോണത്തിൻ തിരുനടയിൽ. മനുഷ്യരെല്ലാം ഒരുപോൽ മേവും പൊന്നോണത്തിൻ പൊന്നൊളി. ഒരമ്മ തന്നെ മക്കൾ നമ്മൾ ഒരുക്കി നിൽക്കും കാഴ്ചകളിൽ ഒരേ സ്വരത്തിൽ ഉയർന്നു പൊങ്ങും ഉല്ലാസത്തിൻ പൂവിളി. ഓണപ്പൂവുകൾ ഓണപ്പൂവുകൾ വിരുന്നു വന്നു, ഓണത്തുമ്പികൾ പറന്നു വന്നു. ഒന്നാകും കുന്നിന്മേൽ ഓരടി കുന്നിന്മേൽ സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. സ്വർണ്ണത്താലവും മഞ്ഞക്കോടിയും ഉയർന്നിടുന്നു. മക്കളെ രാമു, മലതി, രണ്ടുണ്ട്. ഈടാ പകല് ബ്ലാക്ക് മാർക്കറ്റോ? നിങ്ങൾക്ക് നാണമില്ലേ? നാണിക്കാൻ എന്തിരിക്കുന്നു? ഇടാ മതിയടാ, ഒന്നുകൂട്ടി ഇറങ്ങി വാ. നടുവിനൊരു പിടുത്തം. മാലതിയെ കൊണ്ട് നമുക്കിരിക്കായിരുന്നു. ചേടാ, നീ ഭാഗ്യവാനാടാ. എടി ഐഷേ, നീ ഇതുവരെ എനിക്ക് നമുക്ക് തന്നിട്ടുണ്ടാ? അയ്യോ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതാ ഞങ്ങളുടെ റംസാൻ സമ്മാനം. ഇതാ, ഇത് നമുക്ക്. എടാ രാമു, ഇന്ന് നമ്മുടെ 2 ട്യൂഷൻ ലീവ്. 2 പേർക്കും? നമ്മൾ 2 പേരും കൂടി ചേർന്ന് കോഴി ബിരിയാണി വെക്കുന്നു. ഡ്രൈവർ സാറും എക്സൈസ് സിപായി സാറും കൂടെ ചേർന്ന് കോഴി ബിരിയാണി വെച്ചാൽ ഫസ്റ്റ് ആയിരിക്കും. സായിപ്പ് സാമ്പാർ വെച്ചുപോലെ ഇരിക്കും. കളിയാക്കണ്ട, വെച്ച് കാണിച്ചിട്ട് ബാക്കി കാര്യം. പിടിയടാ കോഴിയെ. വാ.
ഒന്ന് തുറക്കണ പഹയ. ഇനി ദൈവം തമ്പുരാൻ തന്നെ വണ്ടി ഓടിച്ചു വന്നാലും വണ്ടി ചെക്ക് ചെയ്യാതെ ഞാൻ വിടില്ലെന്ന് നിനക്കറിയാമല്ലോ. അങ്ങനെ സത്യമായിട്ട് ജോലി ചെയ്തതിനാ നിനക്ക് 12 സ്ഥലം മാറ്റം കിട്ടിയത്. ഇത് പഴയ മൂന്നാമത്തെ അങ്ങോട്ട് മാറിയില്ലേ? ഈ സീറ്റിനടിയിൽ എങ്ങനെ വല്ലതും കയറ്റി വെച്ചിട്ടുണ്ടോ? അങ്ങനെ കയറ്റി വെക്കുന്ന പണിയൊന്നും എനിക്കില്ല. അതെനിക്ക് കൂടി ബോധ്യമാവണ്ടേ? നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? ഇന്ന് ശ്രീധരൻ പെട്ടെന്ന് ലീവ് എടുത്തു. അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി കൂടി എനിക്ക് നോക്കണം. അപ്പൊ നിന്റെ അത്താഴമോ? മാലതി കൊണ്ടുവരും. അപ്പൊ രണ്ടുപേരും കൂടിയാ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി. രാത്രി വരുന്ന വണ്ടികളെല്ലാം റോഡിൽ നിരന്ന് കിടന്ന് ഹോൺ അടിച്ചത് തന്നെ തകർത്തോ. രാവിലെ കാണാം. ഐഷേ, ഐഷേ, എന്താ മാലതി? ഷീല നോക്കിക്കോളണേ. ഞാൻ ഇവളുടെ അച്ഛന് ചോറ് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇന്ന് രാമേട്ടന് നൈറ്റ് ഡ്യൂട്ടി ആണ്. വീട്ടിലോടെയാണ് തുറക്ക്. ഓഹോ, ഇവനാണോ? സംഗതി കുഴഞ്ഞല്ലോ. സാരല്ല. സ്പിരിച്വലു ശ്രീധരൻ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും കള്ളച്ചാരം കയറ്റി വിടണല്ലേ? ഇളിക്കാതെ ലോറി മാറ്റിയിട്ട്. ഇത് 500 രൂപ വെച്ചോ. എന്നെ അറിയാമല്ലോ, മര്യാദയ്ക്ക് ലോറി മാറ്റിയിട്ട്. സാറിന് വല്ല നഷ്ടമുണ്ടോ? കിട്ടിയത് വാച്ചുകൊണ്ട് ലാറി വിട്. ഓ, അത് ഞാൻ നടപ്പില്ല. ഏത് വണ്ടിയാണ് ഇടിച്ചതെന്ന് അറിയില്ല, പക്ഷെ ആ സ്ത്രീ മരിച്ചുപോയി. എന്നെ വിട്ടിട്ട് എങ്ങനെ പോയി മാലതി? എനിക്ക് ആരുണ്ട് ഒരു കൂട്ടൻ? ഇനി കണ്ടോ, നമ്മുടെ മാലതി പോയി, എന്റെ മാലതി പോയി. എന്റെ അമ്മ പോയി, എന്റെ അമ്മ പോയി. രാമു ഇവിടെ പ്രാന്താശുപത്രി കൊണ്ടുപോയി. കാര്യം? ഡോക്ടർ ശർമ്മ പറഞ്ഞു രാമുവിന് ഭ്രാന്താണെന്ന്.